യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആദ്യക്കൂട്ട് ഉറക്കമൊക്കെ എണീറ്റ് വന്നു. ആദ്യക്കൂട്ടിനെ കൊണ്ടുപോയില്ല, നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അമ്മൂമ്മയുടെ താക്കിയിട്ടാണ് പോയത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കുറച്ച് കട്ടൻ ചായ കുടിക്കാമെന്ന്. അങ്ങനെ അടുക്കളയിൽ പോയി ഞാൻ വെള്ളമൊക്കെ എടുത്ത് കട്ടൻ ചായക്ക് വെച്ചിട്ടുണ്ട്. തേയിലപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടൻ പപ്പായ ആയിട്ട് വന്നു. പപ്പായ ഇത് ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടൻ തന്നതാണ്. നല്ല മധുരമുള്ള ഫ്രഷ് പപ്പായ ആയിരുന്നു, അവരുടെ വീട്ടിലുണ്ടായ പപ്പായ കേട്ടോ. അങ്ങനെ പപ്പായയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും അമ്മ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയില മീനായിരുന്നു. അപ്പം അമ്മ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പെട്ടെന്ന് മീൻ ക്ലീൻ ചെയ്യാൻ ഓടിപ്പോയി തേങ്ങ തിരുമ്മി വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തേങ്ങ തിരുമാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് കറിയും വയ്ക്കാം, കുറച്ച് ഫ്രൈയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറിയും തോരനും ഒക്കെ റെഡിയാക്കാം. അപ്പോൾ അയില മീൻകറി വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇവിടെ അയില മീനിൻ്റെ പെരട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് റെഡിയാക്കാം. പിന്നെ അയില മീനിൻ്റെ കാണിക്കുന്നില്ല, കാരണം ഓറഞ്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്ത സമയത്ത് അതിനകത്തും ഇതുപോലെ അയില മീൻകറി വെക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഇതും എല്ലാം അയിലയാകുമ്പോൾ ഒരു രസം കാണത്തില്ല. അപ്പം ഇനി നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പം അത് ഞാൻ കാണിക്കാം. ക്യാബേജ് തോരൻ എല്ലാവരും മഞ്ഞ കളറിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ ചില ഹോട്ടൽസിലൊക്കെ നമുക്ക് വെള്ള കളറിൽ ഉണ്ടാക്കും. അപ്പം ഇന്നൊരു വെള്ള കളറിലെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം മീൻ കറിയും മീൻ വറുത്തതും ക്യാബേജ് തോരനുമാണ് ഇന്നത്തെ മെനു. നമുക്ക് ക്യാബേജ് തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് അമ്മ ക്യാബേജ് സ്പീഡിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല, നീ കട്ട് ചെയ്ത് ഇന്ന് ഫുള്ളും ഇരിക്കും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ സ്പീഡിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാബേജ് തോരൻ, ഈ ഒരു ക്യാബേജ് തോരൻ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുകും വറ്റൽമുളകും ഇട്ടതിന് ശേഷം ക്യാബേജിനകത്തോട്ട് തേങ്ങയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മീനും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അമ്മൂമ്മയും തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പപ്പായൊക്കെ കഴിച്ചുകൊണ്ട് വയറ്റിൽ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ചോറും മീൻകറിയും മീൻ വറുത്തതും തോരനൊക്കെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സോച്ചറ്റൻ പറഞ്ഞു നല്ല സൂപ്പർ തോരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോച്ചറ്റ ഭയങ്കര സിമ്പിളാണ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ, ഭയങ്കര ടേസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടി വിയിൽ ഭീഷ്മപർവ്വം സിനിമ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സിനിമയുടെ ഈ ഒരു ക്ലൈമാക്സ് ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം വന്നിട്ട് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുക. ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ പിണങ്ങിയിരിക്കുക, ഇല്ല എനിക്കിപ്പോൾ ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടന് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളൊരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് വെട്ടുകാട് പള്ളിയിലോട്ടാണ്. ഞാൻ കുറച്ച് നാളായി വെട്ടുകാട് പള്ളിയിൽ വന്നിട്ട്. അപ്പോൾ ഇപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അയ്യോ എന്തൊരു ഐശ്വര്യമായിരുന്നു അവിടെ വന്നപ്പോൾ, ഭയങ്കര സമാധാനം സന്തോഷമായിരുന്നു. ഞാനും സോച്ചനൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പള്ളിക്കകത്തും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, അമ്മയൊക്കെ പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞാൻ കയറിയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടൻ സ്റ്റെപ്പിലൊക്കെ കയറി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിലൊക്കെ ഓടി കളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നൂലെടുക്കാനായിട്ട് പോയി. അവിടെ പള്ളിയിൽ നിന്ന് നൂല് കിട്ടുമല്ലോ നമുക്ക്, അങ്ങനെ നൂലെടുക്കാനായിട്ട് പോയി. അപ്പം ഇങ്ങനെ എണ്ണ അമ്മ കുടിക്കാൻ തന്നിട്ട് അമ്മ പറഞ്ഞിങ്ങനെ യേശുപ്പൻ്റെ വീഞ്ഞാണിത്, അപ്പം കുടിക്കുന്ന ഭയങ്കര അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ കുടിച്ചു. എനിക്കിവിടെ വെട്ടുകാട് വരുമ്പോൾ എൻ്റെ സ്കൂൾ സമയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഞായറാഴ്ച ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വരും. എന്നിട്ട് പള്ളിയിലൊക്കെ കയറിയതിന് ശേഷം നമ്മൾ കടപ്പുറത്തൊക്കെ പോയി കളിച്ച് മറിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറാനായിട്ട് പോവാണ്. എൻ്റെ പൊന്നോ, പുറത്ത് ഇത്ര തിരക്കാണെങ്കിലും അകത്ത് ഭയങ്കര സൈലൻസ് ആയിരുന്നു, ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. അവിടെ കയറി ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഒരു പുൽക്കൂടിൻ്റെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ണീഷുവിനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയം കനകക്കുന്ന് വഴിയാണ് പോകുന്നത് കേട്ടോ. എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും നമുക്ക് തിരുവനന്തപുരംകാർക്ക് ആ ഒരു ഓളം അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു കനകക്കുന്ന് ഭാഗത്തോട്ട് വന്നാൽ മതി. ഭയങ്കര ആളും തിരക്കും, എൻ്റെ പൊന്നോ, വഴിയോരോ കച്ചവടക്കാരും, ഭയങ്കര രസമാണ് കാണാനായിട്ട് തന്നെ. ഇപ്പോൾ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് 2 സൈഡും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. സാധാരണ ഈ വഴി പോകാനേ പറ്റില്ല, ക്രിസ്മസ് സമയത്ത് നമുക്ക് ഇതുവഴിയൊന്നും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ തിരക്കൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഉണ്ട്, നമുക്കിപ്പോൾ കാണാമല്ലോ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടെ എന്തോ കനോക്കുന്നിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, ഫ്ലവർ ഷോയോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടില്ലായിരുന്നു. ഇത്രയും ഈ ഒരു തിരക്കിനിടയിൽ കുഞ്ഞിനെയും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി അതെ ഇതുവഴി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഈ ഒരു സെഷ്വാൻ മോമോസ് ആയിരുന്നു. അങ്ങനെ അത് കഴിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി. നല്ല ചൂടായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. ആദ്യക്കുട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ആദ്യക്കുട്ടൻ മോമോസ് കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു മോമോസ് അവന് ഇഷ്ടപ്പെട്ടു. മറ്റേ വെള്ള കളറിൽ അവന് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ഇതിൽ ഇച്ചിരി സോസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ആദ്യക്കുട്ടൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചൂട് മോമോസൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ അച്ഛൻ കഴിക്കുകയാണ്, അമ്മൂമ്മ, അമ്മ, ആദിപ്പൻ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, സോച്ചേട്ടൻ, ഞങ്ങളെല്ലാവരും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബ്രോസ്റ്റഡും ബർഗറും ഒക്കെ വന്നു. അപ്പോൾ അതും കൂടി കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ തണുത്ത ഐറ്റംസ് ഒന്നും ഇപ്പോഴും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയ്ക്ക് നല്ല പെയിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രോസ്റ്റഡിൻ്റെ കൂടെ ഒരു പെപ്സി വന്നിട്ടുണ്ടായിരുന്നു, അത് ബാക്കി എല്ലാവരും കുടിച്ചു, ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ആദ്യപ്പോഴും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ എൻ്റെ കയ്യിലിരുന്ന് തന്നെ ഉറങ്ങി. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആദ്യക്കുട്ടൻ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വളർന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട് എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്